ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും 13,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു മാജിക് നമ്പർ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഒരാഴ്ചയായിട്ട് അത് സാധിച്ചെടുത്തിട്ടുണ്ട്. 13,000-ൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് ഇത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. സോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. ഇന്ന് 2025 ജൂൺ 13 വെള്ളിയാഴ്ചയാണ്. വളരെ ഖേദകരമായ ഒരു വാർത്തയായിട്ടാണ് ഇന്നലെ രാത്രി നമ്മൾ ആ ദിവസം അവസാനിപ്പിച്ചത്. കാരണം ഇതുവരെയും ഒരു 15 വർഷത്തിൻ്റെ ഇടയിൽ സംഭവിക്കാത്ത ഒരു വലിയ അപകടമാണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു വിമാനം തകർന്നു വീണ് 241 പേരാണ് മരിച്ചത്. വിമാനത്തിലുണ്ടായിരുന്ന 241 പേര് മരിക്കുകയും ഒരാൾ രക്ഷപ്പെടും. 242 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 230 യാത്രക്കാരും 12 സ്റ്റാഫ് അടക്കം 242 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 241 പേരും മരിച്ചു പോയിട്ടുണ്ട്. ഒരാൾ ബാക്കിയായിട്ട് അയാൾ ഇന്ത്യക്കാരനാണ്. പക്ഷേ ഇന്ത്യയിലെ പൗരത്വം ഇല്ലാത്ത പുറത്ത് ഗ്രീൻ കാർഡ് കിട്ടിയ ഒരാളാണ്. എന്തായാലും ഒരു വല്ലാത്ത ഒരു സംഭവമായി ഇപ്പോൾ മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. വല്ലാത്തൊരു വാർത്തയായിപ്പോയി. കാരണം ഞാനും ഒരു പ്രവാസിയായിരുന്നു. നമ്മൾ ഈ വിമാനത്തിൽ കയറും, പ്രത്യേകിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്ന് ഭയങ്കര ടെൻഷനായിരിക്കും. എല്ലാം വിട്ട് നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകണതാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ സൗകര്യങ്ങളോ ഈ സന്തോഷമൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ കുറേ പേര് ആ നാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും പോകുന്നത് സന്തോഷമായിരിക്കും. പക്ഷെ 169 പേര് ഇവിടെയുള്ള ഇന്ത്യക്കാരാണ്. അവർ ജോലിയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയോടുകൂടി യാത്ര തുടങ്ങിയതായിരിക്കും. അപ്പോൾ വിമാനം പൊങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞൊരു നോട്ടമുണ്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് കൂടി താഴോട്ട്. ഇനി അത് കാണണമെങ്കിൽ 1, 2, 3 വർഷമൊക്കെ കഴിയണമല്ലോ എന്ന് കരുതിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. അത് പ്രവാസികൾക്ക് മനസ്സിലാവും. അതേപോലെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയ നമ്മുടെ ബന്ധുക്കളും മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുമ്പം നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ ഫ്ലൈറ്റ് പൊങ്ങി ഒരു ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഒട്ടുമിക്ക ആൾക്കാരും കരയുന്ന കാണാൻ പറ്റും. ഇപ്പോൾ എന്തായാലും ഇവരൊക്കെ ഈ പോയ 169 പേരും എന്തായാലും പ്രവാസത്തിലേക്ക് പോയവരാണ്. അവരാണ് ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയായി മാറിയത്. എന്തായാലും അവരുടെ കുടുംബങ്ങൾക്ക് അതിനുള്ള അതൊക്കെ സഹിക്കാനുള്ള ഒരു ക്ഷമ കിട്ടട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ദെൻ ഇസ്രയേൽ വീണ്ടും ഇറാൻ്റെ മുകളിൽ അറ്റാക്ക് തുടങ്ങിയിട്ട് ഈ ന്യൂസിൻ്റെ ഇടയിൽ അത് മുങ്ങിപ്പോയതാണ്. അപ്പോൾ ഇന്നലെ ടെഹ്റാനിൽ ഇസ്രയേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ന്യൂക്ലിയർ പ്ലാന്റിലാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇസ്രയേൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു എസിൻ്റെ ഒരു സപ്പോർട്ടും അതിന് യു എസിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. യു എസും ഇറാനും തമ്മിൽ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ച തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും അതിൻ്റെ വഴിക്ക് പോകുന്നു. അപ്പോൾ 2 നെഗറ്റീവ് ന്യൂസായി. എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷിൽ ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്, അല്ലെങ്കിൽ പോയി വീണത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. അവിടെയുള്ള 5 പേര് മെഡിക്കൽ സ്റ്റുഡൻസ് 5 പേര്, അതായത് 4 സ്റ്റുഡൻസും ഒരു ഡോക്ടറുടെ ഭാര്യ അടക്കം 5 പേര് അവിടെ മരിച്ചിട്ടുണ്ട്. 15ഓളം പേര് വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ്. 2 പേരെ കാണാതായിട്ടുണ്ട്. അവരുടെ ഒരു വിവരമില്ല. അവരവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തമായിട്ട് ഒരു ധാരണയില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും വലിയൊരു ട്രാജഡി ആയിപ്പോയി അത്. ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ NTPC, ഏഷ്യൻ പെയിൻറ്റ്സ്, ടോറന്റ് പവർ, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ലോഗിൻ ചെയ്യാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ന്യൂസ് ചാനൽ ഓരോ മൊമെൻറ്റിലും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ കിട്ടുന്ന ഒരു ചാനലാണ്. സോ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇന്ത്യൻ ന്യൂസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കൂടാതെ വേൾഡ് ന്യൂസും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടാണ്. ചപ്പും ചവറൊന്നും വരില്ല അതിനകത്ത്. അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ഇന്നലെ ആദ്യം ക്ലോസ് ചെയ്തത് ഏഷ്യൻ മാർക്കറ്റാണ്. ഇന്നലെ റെഡിലാണ് ക്ലോസ് ചെയ്തത്. രണ്ടാമത് അതിനുശേഷം ക്ലോസ് ചെയ്തതാണ് യൂറോപ്യൻ മാർക്കറ്റ്. അവരൊരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ് ക്ലോസ് ചെയ്തത്. അതേപോലെ അത് ഇപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോൾ ക്ലോസ് ചെയ്തതാണ് US മാർക്കറ്റ്. അതും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഡോ ജോൺസ് 605 പോയിന്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ നെസ്ഡാക്ക് 46 പോയിന്റ് പോസിറ്റീവിലാണ് ക്ലോസ്. അതായത് ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ, ഒരു
ഒരു കോമൺ പാറ്റേൺ ഇല്ലാത്ത രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകണമെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,997 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,882 അപ്പോൾ 115 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. അവിടുന്ന് മാർക്കറ്റ് ഫർദർ താഴോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഞാൻ ഈ 2 നെഗറ്റീവ് ന്യൂസ് എന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ്. മാർക്കറ്റ് 24,781 തിരിച്ചിറങ്ങി പോയിട്ടുണ്ട്. അതായത് ഏകദേശം ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് നോക്കുമ്പോൾ 216 പോയിന്റ് താഴെയാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് നടക്കുന്നത്. നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് കിട്ടുന്നത്. സോ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇന്ന് വീക്കെൻഡും കൂടിയാണ്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നുള്ളത് ഒരു മണിക്കൂറിന് ശേഷം നമുക്കറിയാൻ പറ്റും. ഇനി കമ്മോഡിറ്റീസിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒറ്റയടിക്ക് ജമ്പ് ചെയ്ത് കയറിപ്പോയിട്ട് $73.86 എത്തിയിട്ടുണ്ട്. അതുപോലെ ഗോൾഡിൻ്റെ പ്രൈസും ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും ഒറ്റയടിക്ക് കയറിപ്പോയിട്ടുണ്ട്, $3,447 എത്തിയിട്ടുണ്ട്. ബിറ്റ് കോയിൻ 1,11,000 ഉണ്ടായിരുന്നത് 1,02,000 നേരെ തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു US ഡോളറിന് 85 രൂപ 61 പൈസയായിരുന്നു ആണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലെ 85 രൂപ 56 പൈസയായിരുന്നു, അത് 85 രൂപ 61 പൈസയിലേക്ക് സ്ലിപ്പായിട്ടുണ്ട്. ദെൻ ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഡാറ്റയിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള ഗ്ലോബൽ ഡാറ്റകൾ ഇന്ത്യയിൽ നിന്നുള്ളത് തോംസൺ റൂട്ടേഴ്സ് IPSOS PSCIE മന്ത് ഓൺ മന്ത് ഇന്ത്യൻ എക്സ്പോർട്സ്, ഇമ്പോർട്ട്സ്, ട്രേഡ് ബാലൻസ്, ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡിപ്പോസിറ്റ് ഗ്രോത്ത്, ഫോറക്സ് റിസർവ്സ്, USD, ഇത്രയും ഡാറ്റകൾ ഇന്ത്യയിൽ നിന്ന് വരാനുള്ളതാണ്. ഇനി US എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫെഡ് ബാലൻസ് ഷീറ്റ്, റിസർവ് ബാലൻസ് വിത്ത് ഫെഡറൽ റിസർവ് ബാങ്ക്സ്, മിഷിഗൻ 1 year ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ, മിഷിഗൻ 5 year ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്, മിഷിഗൻ കൺസ്യൂമർ എക്സ്പെക്ടേഷൻസ്, മിഷിഗൻ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്, മിഷിഗൻ കറൻറ്റ് കണ്ടീഷൻസ്. ഇത്രയും ഡാറ്റകളാണ് US എന്ന് വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിൽ ഇന്ന് സ്പൈസ് ജെറ്റിൻ്റെ റിസൾട്ട് ഇന്നാണ്. പക്ഷെ അത് നമ്മുടെ നിഫ്റ്റി 500 ലിസ്റ്റിൽ വരാത്തതുകൊണ്ട് ഇന്നത് ഇവിടെ കാണിക്കുന്നില്ല. സ്പൈസ് ജെറ്റ് ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നോക്കിക്കോളൂ, അതിൻ്റെ റിസൾട്ട് ഇന്നാണ്. F&O ബാനിൽ കുറേ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ABFRL, ബി സോഫ്റ്റ്, CDSL, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹിന്ദ് കോപ്പർ, IEX, IRADA, RBL ബാങ്ക്, തിത്തകർ, ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് F&O ബാനിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർ, സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യുന്നവർ ഈ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,831 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,393 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 5,562 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദെൻ സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ എല്ലാ സെക്ടറുകളും കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിൽ നല്ല രീതിയിൽ പണം പമ്പ് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിലും സെക്ടറിലായാലും ഇൻഡെക്സിലായാലും ഒന്നും മൂവ്മെൻറ്റ് കാര്യമായിട്ടില്ല. എല്ലാ ഇൻഡെക്സുകളും ഇവിടെ റിയാലിറ്റി 2.02% ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതേപോലെ ഓട്ടോ സെക്ടർ 1.65%, മെറ്റൽ സെക്ടർ 1.55% ഒക്കെ ഇന്നലെ ഇടിഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഇന്ന് മാർക്കറ്റിന് നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുള്ള 2 ന്യൂസുകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് വെച്ച് മാർക്കറ്റ് നെഗറ്റീവ് തന്നെ പോകും എന്ന് കരുതി മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കരുത്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, കറക്റ്റ് ആണെങ്കിൽ മാത്രം ആ രീതിയിലേക്ക് പോകും കേട്ടോ. ഇനി ETF-ലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഒഴികെ ബാക്കി എല്ലാം തന്നെ ഇന്നലെ റെഡിലാണ് ക്ലോസ് ചെയ്തത്. റേഞ്ച്, അതായത് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സെനീത്ത് SBI, ലാൻഡ്മാർക്ക് പ്രോപ്പർട്ടീസ്, TCF ഫിനാൻസ്, ഹബ് ടൗൺ, കർമ്മ എനർജി, ഷാ മെറ്റാകോർപ്പ്, KBC ഗ്ലോബൽ, കൃഷ്ണ ഫോഷ്, പ്രജയ് എഞ്ചിനീയർ, ഇന്നോവ ക്യാപ്റ്റാബ്, ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. ഇനി സെല്ലേഴ്സ് മാത്രം നോക്കുകയാണെങ്കിൽ അന്റാർട്ടിക്ക, ഇൻഡോമിന്റ് എനർജി, രുചി ഇൻഫ്ര, രത്തൻ ഇന്ത്യ എന്റർപ്രൈസസ്, CE ഇൻഫോ സിസ്റ്റംസ്, രത്തൻ പവർ, 197 Paytm, SRM കോൺട്രാക്ടേഴ്സ്, TGB ബാങ്കറ്റ്സ്, 9 ടെക് സിസ്റ്റംസ്, ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ഉണ്ടായിരുന്നതാണ്. ദെൻ നിഫ്റ്റിയുടെ ഇന്നലത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 276 പോയിന്റ് നഷ്ടത്തിൽ 24,888 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഈ ആഴ്ചയിൽ 271 പോയിന്റിന്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസത്തിൽ നിഫ്റ്റി ഇതുവരെയായിട്ടും 218 പോയിന്റിന്റെ ഒരു മുന്നേറ്റത്തിലാണ് നിൽക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഈ മാസത്തെ ക്യാൻഡിൽ ഒരു ഡോജി ഫോർമേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഈ 15-ാം തീയതിയോടുകൂടി നല്ലൊരു ബുള്ളിഷ് റാലി കാഴ്ചവെക്കണം. എന്തായാലും നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. 25,000-ന്റെ മുകളിൽ മാർക്കറ്റ് കയറിയതാണ്, പക്ഷെ തിരിച്ചിറങ്ങി താഴോട്ട് വന്നിട്ടുണ്ട്. ദെൻ
മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തത്, ഒന്നും തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടില്ല. സെൻസെക്സ് 1.07%, മിഡ് ക്യാപ്പ് 1.56% ഇടിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഫ്ലൈറ്റിൻ്റെ ആക്സിഡൻറ്റ് കേട്ടത് ഉടനെ മാർക്കറ്റ് ഇടിയാണ് ചെയ്തതെന്നാണ് എൻ്റെ തോന്നൽ. ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.67, ക്ലിയർലി ബെയറിഷ് മൂവ്മെൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള 24,900 3,11,000 ആണ് വന്നിരിക്കുന്നത് 24,900. ഇനി ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 24,850 1,86,000 ആണ് ഈ വന്നിരിക്കുന്നത്. വിക്സ് 14.02 നല്ല സൂപ്പർ വിക്സ് ആണ് ഇൻട്രാഡേ ട്രേഡിങ്ങിന്. സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,888. ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ CPR വന്നിരിക്കുന്നത് 24,929, 970, 25,011 വളരെ വൈഡ് ആയിട്ടുള്ള ഒരു CPR ആണ്. നോട്രേറ്റ് സോണിലേക്ക് നോക്കുകയാണെങ്കിൽ റാസ്ലോവിറ്റ്സിന്റെ നോട്രേറ്റ് സോണിൽ 25,028 ബ്രേക്ക് ഔട്ടും 25,009 ബ്രേക്ക് ഡൗൺ ലെവലും ആയിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം 18 പോയിന്റ് അല്ലെങ്കിൽ 19 പോയിന്റിന്റെ ഒരു നോട്രേറ്റ് സോൺ ആണ്. പക്ഷേ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു CPR ആണ്. കണ്ടറിയണം എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇനി 25,028 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ 25,068 വരെയും പോകും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. കാരണം ഒന്നുകിൽ മാർക്കറ്റ് 25,068 മുകളിൽ ഓപ്പൺ ആവും, എന്നിട്ട് നേരെ താഴോട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് ബെയറിഷ് മൂവ്മെന്റ് തരും എന്നാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 24,929 നമുക്ക് ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് കണക്കൂട്ടാം. 929 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 24,709 220 പോയിന്റോളം താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇന്നൊരു ബെയറിഷ് മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കരുതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കരുത്. അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക, ട്രെൻഡ് തിരിച്ചറിയാതിന് ശേഷം മാത്രം അത് നിങ്ങൾ ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കുക. അതേപോലെ പറ്റുന്നതും പേപ്പർ ട്രേഡ് ചെയ്ത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം പൈസ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനും അത് എങ്ങനെയാണ് അതിൻ്റെ റിസ്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിദഗ്ധനായ രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സഹായം തേടുക. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുപോലെ എന്തെങ്കിലും ടോപ്പിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ ഏതെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.